അതേ പോണോ? ഇവിടെ കിടക്കണം ഇനി. ഹാപ്പി ആയില്ലേ? സമയം ഇപ്പോൾ 4 മണിയായിട്ട് കൂട്ടാം മോനെ. ഇത് കിടന്ന് കാണിക്കണം നോക്കി. മൂന്ന് മണിക്ക് മുമ്പ് എനിക്കാണ് ഇതുവരെ ഉറങ്ങണില്ല. ഉറങ്ങാനായിട്ടൊരു ഉദ്ദേശം ഈ അടുത്തൊന്നും ഇല്ല. ഇങ്ങോട്ട് പോവും, ഇപ്പുറം വരും. എനിക്കിപ്പോൾ കാണാതെ ഗുഡ് മോർണിംഗ്. സമയം 10 മണി ആവാറായിട്ടുണ്ടാവും. ആദി അമ്മയെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നു. ഇവിടെ കിടത്തിയാണ് ഞാൻ വരാം. 3 പ്രാവശ്യമായി കയറ്റി കിടത്തത്. എനിക്കൊന്ന് ഇനി വരുമോ? ക്യാമറ കണ്ടാ പുള്ളി സ്റ്റക്കാണ് അല്ലടാ. അമ്മ അടുത്ത് പോണം. അപ്പോ ഇതേ പോണം അമ്മേ. മോന് തിരികെ അങ്ങോട്ട് കേറിയവൻ. അമ്മ എവിടെ? അമ്മ എവിടെ? അവനറിയാം. വന്നേ ഇങ്ങനെയൊക്കെ ഇരുമ്പോ നിസ്കു അല്ലേ? നിന്റെ ഇഷ്ടത്തിനാണ് ഞാൻ വളർത്തണത്. നിസ്കു മോനായിട്ടാണ് ഞാൻ വളർത്തണേ അല്ല പൊന്നു. പക്ഷെ നിസ്കു ആവണമെങ്കിൽ ഈ സൈഡിലേക്ക് ഇങ്ങനെ നേരെ ഇരുന്നാണോ നല്ലത്, ഇങ്ങനെ ഇരുന്നാണോ നല്ലത്? കാണിച്ചു കൊടുത്തേ. ഇത് നിസ്കുവായി, ഇത് ചൈനക്കാരനായി. ഇടോ കമോൺ. പുലിമുരുകൻ വന്നിട്ടുണ്ട് കേട്ടാ. പുലിമുരുകൻ കാണിച്ചാ മതി. മുരുക മറ്റേ ലോക്കാക്കി അവിടെ ഇറങ്ങാൻ പറ്റില്ല. അമ്മനെ ഉപദ്രവിച്ചതിനുള്ള ശിക്ഷയാണ് എനിക്കത്. ഞാൻ ലോക്കായി. ഇന്ന് ട്രിപ്പിന്റെ ഒരു പ്ലാനിങ് ഉണ്ട്. സോ വെൽക്കം ടു എ ന്യൂ ഡേ. അല്ല അതി തുടങ്ങാം നമുക്ക്. ഞങ്ങളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ടൊമാറ്റോ ചട്നിക്കുള്ള സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കി വെക്കുക കുറച്ചു നേരം. നമ്മുടെ ബോസ് ഇവിടെ ഇരിപ്പുണ്ട്. ബോസ് എന്തിനു പറയാണ്ട? ബോസ് ഇന്നലെ ഉറക്കിയിട്ടില്ല ഞങ്ങളാ. നിനക്ക് തന്നുണ്ട് ഞാന്. രണ്ടാമത്തെ വല്ലുണ്ടാ? പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ ഇന്നലെ നൈറ്റ് നല്ല കാറ്റായിരുന്നോണ്ട് നമ്മുടെ മാറ്റൊക്കെ കൂടെ മാറി കിടപ്പുണ്ട്. നമ്മുടെ റോസ് കാണിച്ചു കൊടുക്ക്. ഇവിടൊക്കെ ഇനി വരൂട്ടാ. ഇവിടൊക്കെ മുട്ടുണ്ട്. ഇവിടെ എല്ലാം കുറച്ചാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീൻ ലുക്കായിരിക്കും. സോ ഇതാണ് ഇന്നത്തെ ക്ലൈമറ്റ്. കുറച്ച് ക്ലൗഡിയാണ്.
നമ്മൾ നാളെ ഒരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എവിടെയാണെന്ന് ഇതുവരെ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. നമ്മൾ കുറേ നാളെ പ്ലാൻ ചെയ്യുന്നു, പക്ഷെ എവിടെയെന്നുള്ള ലൊക്കേഷൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും നാളെ നമ്മൾ പോവും. നാളെ ഇവിടെ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങും. അല്ല എവിടെയാണ് പ്ലാൻ ചെയ്തത്? എവിടെയാണ് പ്ലാൻ ചെയ്താണ് ഇപ്പൊ? നമ്മൾ ലേക്ക് ഡിസ്ട്രിക്റ്റ് ആണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതുവരെ നമ്മുടെ കറക്റ്റ് പ്ലാനിങ് ആയിട്ടില്ല. അപ്പം എന്തായാലും ഇന്ന് അതിന്റെ ബാഗ് പാക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഞാൻ അതിന് മുമ്പ് പോയിട്ട് ഹെയർ കട്ടൊക്കെ ചെയ്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ഹെയർ കട്ടിന് പോയിട്ട് വരാം. നമ്മളിത് ഇന്ന് ഈ ഒരു ബൈക്കിനാണ് പോകുന്നത്. ഇത് നമ്മുടെ റൂമിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ടീമിൻ്റെയാണ്. അവർ കൊണ്ടുപോയിട്ട് അവരുടെ റൂമിലൊക്കെ സ്ഥലമില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിന് പോകാമെന്ന് വിചാരിച്ചെന്ന്. ചാർജ് ഉണ്ടായില്ലേ? ചാർജ് ഉണ്ടെന്ന് തോന്നണം. ചാർജ് ഉണ്ട്. സോ ഞാൻ പോയിട്ട് വരാം. ആദി സോ ഗൈസ്, ദേ ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണി നോക്കി കാണുന്ന റിവർ. ഐസാണ് ഇതിൽ പോകാനായിട്ട്. ഇത് ശരിക്കൊരു കാടിൻ്റെ ഉള്ളിൽ കൂടി പോണ പോലെ തോന്നുന്നു നമുക്ക്. അതൊരു ബോട്ടാണ് കേട്ടോ. അത് സ്പീഡ് ബോട്ട് പോലത്തെ ഒരു ബോട്ട്. പഞ്ചാബികളുടെ ടെമ്പിളാണ് ഗുരുദ്വാര. ഇവിടുത്തെ ഗുരുദ്വാര ഉണ്ടാകുന്നല്ലോ. മിക്ക ഗുരുദ്വാരയിലും ഉച്ചയ്ക്കും കാലത്തും വൈകിട്ടായിട്ട് ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കും. നമ്മൾ വന്ന ടൈമിലൊക്കെ ഇവിടെ പോയി കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഇവിടെ അല്ല, ലോട്ടിലുള്ളത്. പക്ഷെ ഇത് വലിയൊരു ഗുരുദ്വാര ഉണ്ട്. അത്യാവശ്യം നല്ല വലിയ ബിൽഡിങ്. സോ ഇതാണ് നമ്മുടെ ബാബർ ഷോപ്പ്. ബില്ല ബാബേഴ്സ്. കണ്ടറിയാം എന്താവുന്നു. സോ ഗൈസ്, ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇവിടെ ചില സമയത്ത് പാളിപ്പോവാറുണ്ട്. ഇവിടെ നിന്നല്ല, UK ഇവിടെ എപ്പോഴും ഞാൻ വിട്ടുമ്പോൾ സെറ്റ് ആവാറുണ്ട്. ആ ഷോപ്പ് ഹെയർ കട്ടിന് എത്രയാണ് അറിയോ? 12 പൗണ്ട്. 12 പൗണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 1500 ഉണ്ടാവും. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഒരാൾ ഒറ്റയ്ക്ക് വന്നിട്ട് ഒരു കാറങ്ങ് എടുത്തിട്ട് പോകും. ഇത് ഈസിയല്ലേ? സിമ്പിളായിട്ട് വന്നിട്ട് ഒരു കാറങ്ങ് എടുത്തിട്ട് പോയി. അപ്പോൾ ആരും ടാക്സ് അടയ്ക്കാണ്ട് കാറ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യും. ഇതേപോലെ ഒന്ന് കൊണ്ടുപോകും. ഇനി ഇത് ഇറക്കാനായിട്ടില്ല, ഭയങ്കര ഫൈൻ വരും. ഇത് എത്ര ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നോ അത്ര ദിവസം ഓരോ ദിവസവും ചാർജ് കൂടിക്കൊണ്ടിരിക്കും, പെനാൽറ്റി കൂടിക്കൊണ്ടിരിക്കും. സോ അങ്ങനെയാണ് കാര്യങ്ങൾ എടുത്തത്. ശരിക്കും ഞാൻ ഇത്ര നാൾ ഇവിടെ താമസിച്ചിട്ടും ഇങ്ങോട്ടൊന്നും ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടൊരു ഏരിയ ഇത്. ശരിക്കും എൻ്റെ റൂട്ട് അതിലായിരുന്നു. ഞാൻ ഒന്ന് വന്നു നോക്കിയാണ് ഇതിൽ. ഇടയ്ക്ക് ഇവിടെയൊക്കെ വന്നിരിക്കണം. എടാ വാവ്, ഇവിടെ ഉള്ളവരൊക്കെ വളരെ നൈസാണ്. ഞാനിത് ഇതേപോലത്തെ സ്പോട്ടിൽ വന്ന് നിൽക്കുകയാണ് ഞാൻ കുറച്ച് നേരം. അവിടെയാണ് നമ്മുടെ ഫ്ലാറ്റ് തന്നെ. ഇതിന് വിളിച്ചപ്പോൾ അവിടെ കേൾക്കാൻ പറ്റും. വെള്ളമൊക്കെ നല്ല പക്ക ക്ലിയർ ആണോ. എങ്ങനെയുണ്ട്? ഇടയ്ക്ക് ഇങ്ങനെ നൈസ് ആവാറുള്ളൂ, അല്ലെങ്കിൽ നല്ല പോയി പോകാറുണ്ട്. സോ എന്തൊരു ഫുഡ് ഉണ്ടാക്കാം? ആദ്യം ഉറങ്ങിയാ? ആദ്യം നല്ല ഉറക്കമായിട്ടാ. ഗൈസ്, ഞങ്ങളൊന്ന് പുറത്തു വേണ്ടി പോവാണ്. ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ നാളത്തേക്ക് കുറച്ച് നാളൊക്കെ വാങ്ങിക്കാനുണ്ട്. നാളെ ട്രിപ്പ് പോകണതിൻ്റെ അതൊരു കോസ്റ്റ്യൂം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കീത്ത് വാങ്ങിച്ചാണോ? ഞാൻ പറഞ്ഞു ചോദിക്കണ്ടായിരുന്നു. അല്ല മോനു, സമയം 4:30 ആയിട്ടുണ്ടല്ലോ. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. ആദ്യം ഇറങ്ങേണ്ട സമയമാണ്. അതിന് ഉറക്കിയിട്ടില്ല. ഇത് എത്ര തവണ കളഞ്ഞു പോയെന്നറിയോ? And this is my favorite. ഒത്തിരി പേര് എന്നോട് ചോദിച്ചൊരു മാലയാണ്. ഇവിടുത്തെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിന് ഭയങ്കര ഹാപ്പിയാവും. കാരണം എൻ്റെ സെലക്ഷൻ ഒരാൾ അപ്രിഷിയേറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ മോറിസണിൽ ഒന്നാക്കേണ്ട. ആദ്യം പുതിയ സ്ട്രോളറിൽ ഇങ്ങനെ നിൽക്കണേ. Then mini chicken tikka samosa for 2. Chicken. Yeah. നമ്മൾ സ്നാക്സ് കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം നിൽപ്പാണ്. എടി ഇവനൊക്കെ അടുത്തിട്ട് നീ ലോക്ക് ചെയ്യേണ്ടി വരും. ബെൽറ്റ് ഇട്ട് ലോക്ക് ചെയ്യേണ്ടി വരും. ഷോപ്പിംഗ് കഴിഞ്ഞു. കാണിക്കണത് അവരതനുസരിച്ച് വെച്ചെടുക്കണം. കാർ വാഷ് ചെയ്യാറായിത്തു. No.
ഹേ ഗൈസ്, നമ്മളിപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ പാക്കിങ്ങിലായിരുന്നു പോയത്. ഏതെടുക്കണം, ആദ്യം ഏത് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ ഉള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്തു അതിത്വ. അപ്പോൾ അത് അറിഞ്ഞിരിക്കണേ. സമയം ഇപ്പോൾ എത്രയാണെന്ന് അറിയോ? സമയം ഇപ്പോൾ 12:30 കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇത് കിടന്ന് കളിക്കണോ? എനിക്ക് ഇത്ര നേരമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം അവിടെ കൊണ്ട് കിടത്തി ഉറക്കാൻ നോക്കി, ഉറങ്ങിയില്ല. അല്ലെങ്കിൽ 9 ആകുമ്പോൾ ഉറങ്ങണ അടുത്താണ്. സമയം നോക്കിക്കോട്ടെ, 12:30. എന്താ പൊന്നു. വേറൊരു കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ സ്ഥലം ഫിക്സ് ചെയ്തിട്ടില്ല എവിടേക്കാ പോണെന്നുള്ളത്. അതി ബൈ പറഞ്ഞേ, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂന്ന് പറഞ്ഞേ. പറയ്. നാളെ എന്തായാലും നമ്മൾ ട്രിപ്പ് പോവും. എവിടേക്കാണെന്നുണ്ടെങ്കിലും അപ്ഡേറ്റ് ചെയ്യും. നാളത്തെ വ്ളോഗിലുണ്ടാവും നമ്മൾ എവിടേക്കാണ് പോണെന്നുള്ളത്. സോ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. ബൈ പറഞ്ഞേ, ബൈ പറയ്. ബൈ ഗൈസ്, ബൈ ബൈ.